വെൽക്കം ടു കറാക്കോൺ. എൻ്റെ പേര് ഗോകുൽ പിയർ. നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് പി വൈ ക്യു സെക്ഷനാണ്. കുറച്ച് പി വൈ ക്യും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ പി വൈ ക്യു നോക്കാതെ ഒരു പി എസ് സി എക്സാമിന് പോയിട്ടും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത് പി വൈ ക്യു വെച്ച് പഠിക്കുന്നതാണ്. പി വൈ ക്യു അതിൻ്റെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പി എസ് സിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ പി വൈ ക്യു വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ക്ലാസ്സാണ്, അതിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് തന്നെ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ക്ലാസ് തന്നെ ഒരു പി വൈ ക്യു സെക്ഷൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതുപോലത്തെ ഒരു പി വൈ ക്യു സെക്ഷനാണ്. അപ്പോൾ അത്രയും ലെങ്തി പി വൈ ക്യു സെക്ഷൻ ആയിരിക്കും. ഇത് ചെറിയ ചെറിയ പി വൈ ക്യു സെക്ഷനാണ് ഇനി ഇടുന്നത്. അത് ഇച്ചിരി ലെങ്തി പി വൈ ക്യു സെക്ഷൻ ആയിരുന്നു നമ്മൾ ആദ്യത്തെ ക്ലാസ് ഇട്ടിരുന്നത്. നമ്മൾ ഈ ചാനലിൻ്റെ ആദ്യത്തെ ക്ലാസ് തന്നെ അതായിരുന്നു. അത് സി പി ഒവിൻ്റെ ബന്ധപ്പെട്ട പി വൈ ക്യു സെക്ഷനാണ്. സി പി ഒവിന് ബന്ധപ്പെട്ടല്ല, നമുക്ക് ഏത് പി എസ് സിക്ക് വേണമെങ്കിലും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പി വൈ ക്യു സെക്ഷൻ ആയിരുന്നു അത്. പിന്നെ സി പി ഒക്ക് വേണ്ടി സി പി ഒൻ്റെ തലേന്ന് നമ്മൾ അത് സെക്ഷൻ ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പി എസ് സിയിലെ ഏത് പി എസ് സി, അത് വേരിയസ് ആയിട്ടുള്ള ഏത് പി എസ് സിക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിൽ യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ എ എന്നും ബി എന്നും രണ്ട് സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എയിലുള്ളതിന് യോജിച്ച രീതിയിൽ ബിയിലുള്ളതിനെ ക്രമപ്പെടുത്തുക. അതാണ് നമ്മൾ പട്ടിക ശരിയാക്കുക, അതായത് നേരെ വരച്ച് നമ്മൾ ശരിയാക്കുക. അതാണ് ഉദ്ദേശിച്ചവർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതാണല്ലോ ഇപ്പം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നത്? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജത്തിലേക്ക് വരും. അയ്യങ്കാളി ആണെങ്കിലോ, അയ്യങ്കാളി തുടങ്ങിയ ഏതായിരുന്നു? അത് അയ്യങ്കാളി തുടങ്ങിയ സാധുജന പരിപാലനി, ആ സാധുജന പരിപാലന യോഗം എന്ന് പറയുന്നതാണ് അയ്യങ്കാളി തുടങ്ങിയത്. ഇനി വാഗ്ഭടാനന്ദരാണെങ്കിലോ, വാഗ്ഭടാനന്ദ ആത്മവിദ്യാസംഘം. ഏതാണ്? ആത്മവിദ്യാസംഘം. ഇനി വി ടി ഭട്ടതിരിപ്പാടാണെങ്കിലോ, വി ടി ഭട്ടതിരി യോഗക്ഷേമ സഭ. ഏതാണ്? യോഗക്ഷേമ സഭ. ഇപ്പൊ ഇങ്ങനെയാണ് ഇത് യോജിപ്പിക്കേണ്ടത് കേട്ടോ. നമ്മളെങ്ങനെ യോജിപ്പിക്കേണ്ടത്? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി ആണെങ്കിൽ സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദനാണെങ്കിൽ ആത്മവിദ്യാസംഘം, വി ടി ഭട്ടതിരിപ്പാടാണെങ്കിൽ യോഗക്ഷേമ സഭ. അപ്പം നമുക്കിത് നോക്കേണ്ടത് ഈ 4 സംഘങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതായത് ആത്മവിദ്യാസംഘം, യോഗക്ഷേമ സഭ, സമത്വ സമാജം, സഹജന പരിപാലന യോഗം. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് ഒരുപാട് വലിയൊരു ടോപ്പിക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന നായകന്മാരും, അങ്ങനെ ഒരു വലിയ ടോപ്പിക്കാണ്. അതിനകത്ത് നമ്മൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. കാരണം ഇത് ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഒരിക്കലും തീരില്ല. ഒറ്റ ക്ലാസ്സിൽ ഒരു 5-6 ക്ലാസ് കൊണ്ട് സത്യം പറഞ്ഞാൽ തീരൂല. അത്ര വലിയൊരു ടോപ്പിക്കാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്, കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. പല ചെറിയൊരു പാർട്ട് എടുത്താണ് നമുക്കിപ്പോൾ നോക്കേണ്ടത്. പിന്നെ അത് ആദ്യം നോക്കണം, നമ്മൾ സമത്വ സമാജം സ്ഥാപിച്ച ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിച്ചിട്ടോ. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ആ വർഷം ഏതാ? സ്ഥാപിച്ച വർഷം ഏതാണ്? 1836. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന ഏതാണ്? അത് സമത്വ സമാജം കേട്ടോ. കേരളത്തിലെ തന്നെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അത് സമത്വ സമാജമാണ്. പിന്നെ സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്ന സുചീന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത്? സുചീന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരള ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഏതാണ്? സമത്വ സമാജമാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന് പറഞ്ഞിട്ട് ഒരു പി വൈ ക്യു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതൊരു പി വൈ ക്യു സെക്ഷൻ ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും നോക്കിയിട്ടുണ്ട്. ഇതൊരു പി വൈ ക്യു ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചാരാണ്? അത് വൈകുണ്ഠസ്വാമികൾ. വർഷം 1836. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? സമത്വ സമാജമാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടതാണ് സാധുജന പരിപാലന യോഗം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സാധുജന പരിപാലനം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ് സ്ഥാപകൻ. വർഷം 1907. വർഷം 1907 സ്ഥാപിച്ചത്. എന്നാൽ ഈ സാധുജന പരിപാലന സംഘം പിന്നീട് ഇപ്പം അറിയപ്പെടുന്നത് പുലയ മഹാസഭ. അതായത് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് 1938, വർഷം ഓർത്തിരുന്നോ? 1938 പേര് മാറ്റിയിട്ടുണ്ട്. എന്തെന്നാ മാറ്റിയത്? പുലയ മഹാസഭ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? പുലയ മഹാസഭ എന്നാക്കിയിട്ടുണ്ട്. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം തുടങ്ങിയത്. കാരണം ഈ അയ്യങ്കാളി ഈ താഴ്ന്ന ജാതിപ്പെട്ടവർക്കെതിരെയുള്ള ഈ വലിയ ജാതിപ്പെട്ടവരുടെ ദുഷ്ടതരങ്ങളും അവരോടുള്ള ഈ അനാചാരങ്ങളും ഈ സമത്വമില്ലായ്മ, അതാണല്ലോ മെയിനായിട്ട് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ സമൂഹത്തിൽ അസമത്വം അല്ലെങ്കിൽ സാമൂഹ്യ അനാചാരങ്ങൾ എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ചെറുക്കാനായിട്ട് അയ്യങ്കാളി തുടങ്ങിയ സ്ഥാപനമാണ് ഇത് സാധുജന പരിപാലന യോഗം. ഏതാണ്? സാധുജന പരിപാലന യോഗം.
ഈ സാധുജന പരിപാലന യോഗം തുടങ്ങാനായിട്ട് പ്രചോദനമായ ഒരു സംഘടന ഉണ്ട്. അത് ഏതാണെന്ന് അറിയോ? അത് SNDP ആണ് കേട്ടോ. ഈ സാധുജന പരിപാലന യോഗം തുടങ്ങാൻ പ്രചോദനമായ ഒരു സംഘടനയാണ് SNDP. ഈ SNDP തുടങ്ങിയത് ആരാണ്? ആ ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. അതറിയാവുന്ന കാര്യമല്ലേ. ശ്രീനാരായണ ഗുരുവാണ് SNDP തുടങ്ങിയത്. ആ SNDP ഒരു സംഘടനയുടെ പ്രചോദനത്തിലാണ് ഇത് സാധുജന പരിപാലന യോഗം ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? അയ്യങ്കാളിയാണ് വെച്ചത്. ഈ സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രമാണ് അത് സാധുജന പരിപാലിനി. അതെന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? 1913 കേട്ടോ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എന്നാണ്? 1913 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി, ആരംഭിച്ച വർഷം 1913 ഇനി ആദ്യ എഡിറ്റർ, അതായത് സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ ആരാണ്? അത് ചെമ്പൻതറ കാളിച്ചോതി കറുപ്പൻ എന്ന വ്യക്തിയാണ്. ആരാണ്? ചെമ്പൻതറ കാളിച്ചോതി കറുപ്പൻ എന്ന വ്യക്തിയാണ് ഇത് സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത്. സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ ആരാണ്? ചെമ്പൻതറ കാളിച്ചോതി കറുപ്പൻ. ഇപ്പൊ ഈ സാധുജന പരിപാലന ഒന്നുകൂടെ നോക്കാം. ആരാണ് സ്ഥാപകൻ? അയ്യങ്കാളി. വർഷം ഏതാണ്? 1907 കേട്ടോ. ഇതിന്റെ പേര് മാറ്റി 1938 പുലയ മഹാസഭ എന്നാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാണ് തുടങ്ങിയത്? സാമൂഹ്യത്തിൽ അനാചാരങ്ങൾ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയതാണിത് സാധുജന പരിപാലന യോഗം. രൂപീകരണത്തിന് പ്രചോദനമായ സംഘടന ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് SNDP ആണ് കേട്ടോ. ഇതിന്റെ മുഖപത്രം സാധുജന പരിപാലന 1913 ആരംഭിച്ചത്. ഇനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലെ. ആദ്യ എഡിറ്റർ ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇതിന്റെ ആദ്യ എഡിറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്താണ് നമ്മൾ ആത്മവിദ്യാസംഘം. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? അത് വാഗ്ബടാനന്ദൻ കേട്ടോ. സ്ഥാപകൻ ആരാണ്? വാഗ്ബടാനന്ദൻ. വർഷം ഏതാണ്? അത് 1917 കേട്ടോ. ഏത് വർഷമാണ്? 1917 ആത്മവിദ്യാസംഘം ആരംഭിച്ചത്. ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിത. അതായത് ഈ ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളില്ല, അതിനെപ്പറ്റി വിവരിക്കുന്ന ഒരു കവിത ഉണ്ടായിരുന്നു. അതാണ് സ്വതന്ത്ര ചിന്താമണി എന്ന് പറഞ്ഞത് കേട്ടോ. ഏതാണ്? സ്വതന്ത്ര ചിന്താമണി എന്ന് പറഞ്ഞ കവിതയാണ് ഈ ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിച്ചിരുന്ന കവിത എന്നറിയപ്പെടുന്നത്. അതെന്നാണ്? പ്രത്യേകിച്ച് 1921 കേട്ടോ. അതെന്നാണ്? 1921. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ആത്മവിദ്യ എന്ന് പറഞ്ഞ പുസ്തകം കേട്ടോ. ഏതാണ്? ആത്മവിദ്യ എന്ന് പറയുന്നതാണ് ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് അറിയപ്പെടുന്നത്. ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്താണ്? ആത്മവിദ്യ. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? മുഖപത്രം ചോദിച്ചാൽ അത് അഭിനവ കേരളം കേട്ടോ. ഏതാണ്? അഭിനവ കേരളം. അപ്പം മാനിഫെസ്റ്റോ വെച്ച ആത്മവിദ്യാസംഘവും ആത്മവിദ്യയും ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ചോദിച്ചാൽ അത് അഭിനവ കേരളമാണ് കേട്ടോ. അഭിനവ കേരളം. ഇനി പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതാണെന്ന് വെച്ചാൽ അത് ആത്മവിദ്യ കാഹളാണ് കേട്ടോ. ഏതാണ്? ആത്മവിദ്യ കാഹളാണ് പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതാണെന്ന് വെച്ചാൽ ആത്മവിദ്യ കാഹളം. 1929 ആരംഭിച്ച ആത്മവിദ്യ കാഹളാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക. ഇനി ഇതിന്റെ മുദ്രാവാക്യം ചോദിച്ചാൽ ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. എന്താണ്? ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുദ്രാവാക്യം എന്ന് നമ്മൾ പറയുന്നത്. മുദ്രാവാക്യമായിട്ട് അവർ പറഞ്ഞിരുന്ന വാചകങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെ ഒന്നുകൂടെ നമുക്ക് എന്താ റിവൈസ് ചെയ്ത് പറയുന്നത്? ആരാണ് സ്ഥാപകനാരാണ്? വാഗ്ബടാനന്ദൻ. വർഷം 1917. ആശയങ്ങളെ കുറിച്ച് വിവരിച്ച കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ഏതാണ്? അത് ആത്മവിദ്യയാണ്. ഇനി ആത്മവിദ്യന്റെ മുഖപത്രം ചോദിച്ചാൽ അത് അഭിനവ കേരളമാണ്. എന്നാണ്? 1921. ഇനി പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ചോദിച്ചാൽ അത് ആത്മവിദ്യ കാഹളാണ്. ഏതാണ്? ആത്മവിദ്യ കാഹളം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം വെച്ചാൽ അഭിനവ കേരളവും പ്രവർത്തനങ്ങളുടെ സന്ദേശം പ്രചരിപ്പിച്ച വാരിക ചോദിച്ചതാണ് ആത്മവിദ്യ കാഹളാണ്. ഇനി മുദ്രാവാക്യം ഏതാണ്? ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇനി നമ്മൾ അടുത്ത നോക്കേണ്ടതാണ് യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. അതിന്റെ വർഷം ഏതാണ്? 1908 ആണ് വർഷം. ഏതാണ്? 1908. ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഈ സ്ഥാപകൻ. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാ? അത് ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധ വിവാഹം തടയുക. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റേ നമ്പൂതിരിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ ഇടയിലുള്ള ഈ അനാചാരങ്ങളൊക്കെ നിർത്താനായിട്ടായിരുന്നു ഈ യോഗക്ഷേമ സഭ തുടങ്ങിയത്. അതിനകത്ത് ഇവരുടെ ഇടയിൽ നടന്ന ഏറ്റവും വലിയ അനാചാരങ്ങളാണെന്ന് ബഹുഭാര്യത്വം, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാര് ഒരാൾക്കുണ്ടാവുന്നത് നിരോധിക്കുക. പിന്നെ വിധവകൾക്ക് അന്ന് പുനർവിവാഹം എന്ന് പറയുന്ന പരിപാടി സമ്മതിക്കില്ല. അതെന്തോ വലിയ തെറ്റായിട്ടായിരുന്നു കണ്ടിരുന്നത്. കാരണം ഈ അതായത് വേറൊന്നാണ് ഈ വൃദ്ധവിവാഹം പറയുക. അതായത് ഈ വയസ്സാം കാലത്ത് ഇവര് ഈ ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ട് അത് കുറച്ച് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ വിവാഹം കഴിച്ച ആൾ വേഗം മരിച്ചു പോകും. വിവാഹം കഴിച്ച ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ പെൺകുട്ടി വിധവയായി കഴിയും. പിന്നെ ജീവിതകാലം മൊത്തം ആ പുള്ളിക്കാരുടെ ജീവിതകാലം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതകാലം മൊത്തം ആ പെൺകുട്ടി ഇങ്ങനെ വിധവയായിട്ട് തന്നെ ജീവിക്കണം. അത് പാടില്ല എന്നും പറഞ്ഞ് അത് മാറ്റിയിട്ട് വിധവകൾക്കും വിവാഹം പിന്നീട് നടത്തണം, വിധവകൾക്കും പുനർവിവാഹം നടത്തണം എന്നും പറഞ്ഞ് ഈ ക്ഷമ നടത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ.
അതുപോലെ തന്നെ ബഹുഭാരത്യം നിരോധിച്ച് വൃദ്ധവിവാഹം തടഞ്ഞു. ഇത് മൂന്ന് ഏകദേശം ഒരേ രീതിയിൽ വരുന്ന ഒരു സംഭവങ്ങളാണ്. ഇതെല്ലാം മെയിനായിട്ട് എവിടെയായിരുന്നു? നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ ഇടയിൽ നടന്ന ഈ അനാചാരങ്ങളൊക്കെ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ബ്രാഹ്മണർക്കെല്ലാം മെയിനായിട്ട് സ്ത്രീകൾക്ക് എതിരെ നടന്ന അനാചാരങ്ങളായിരുന്നു ഇതൊക്കെ. അതൊക്കെ മാറ്റാനായിട്ടായിരുന്നു ഇവർ യോഗക്ഷേമ സഭ പ്രധാനമായിട്ട് തുടങ്ങിയത്. ഇവരുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്പൂതിരിമാരെ മനുഷ്യരാക്കുക എന്നാണ് ഇവരുടെ ആപ്തവാക്യം തന്നെ. ഇനി മുഖപത്രം ചോദിച്ചാൽ അത് മംഗളോദയാണ് കേട്ടോ. ഈ യോഗക്ഷേമ സഭയുടെ മുഖപത്രം ചോദിച്ചാൽ എന്താണ്? അത് മംഗളോദയം. ആപ്തവാക്യം എന്തായിരുന്നു? നമ്പൂതിരിമാരെ മനുഷ്യനാക്കുക. അതായത് നമ്പൂതിരിമാർക്കിടെ സ്വഭാവം മാറ്റിയിട്ട് അവരെ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സ്ഥാപകനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട്. വർഷം 1908. ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധവിവാഹം തടയുക. ഇതിന്റെ ആപ്തവാക്യം നമ്പൂതിരിമാരെ മനുഷ്യനാക്കുക. ഇനി മുഖപത്രം ചോദിച്ചാൽ ഏതാണ്? അത് മംഗളോദയാണ് കേട്ടോ. മുഖപത്രം ഏതാണ്? മംഗളോദയം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ഏതാണ് ആദ്യത്തേത്? അത് ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. ഏതാണ്? അത് ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളം നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഒരു വർഷങ്ങൾ നോക്കാം. ഈ നാല് കലാപങ്ങളുടെയും വർഷങ്ങളൊന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15-നാണ് കേട്ടോ. എന്നാണ് 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. അതാണ് ആദ്യത്തെ കലാപം. എന്നാണ് 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. പിന്നീട് നടന്നാണ് പഴശ്ശി കലാപമാണ് പിന്നീട് നടന്നത്. അതെന്നാണ്? ആദ്യ കലാപം നടന്നത് 1793 1997 വരെ. അതായത് അത് ഒരു തവണയല്ല, രണ്ട് ഘട്ടമായിട്ട് നടന്നത്. ഈ രണ്ട് ഘട്ടമായിട്ട് നടന്നത് പറഞ്ഞാൽ ഒരു ഒറ്റ വർഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറെ വർഷങ്ങൾ നീണ്ടുന്ന കലാപമായിരുന്നു പഴശ്ശി കലാപം എന്ന് പറയുന്നത്. അത് 1993 മുതൽ 1797 വരെ. 1793 മുതൽ 1797 വരെയായിരുന്നു ആദ്യത്തെ കലാപം നടന്നത്. ഈ രണ്ടാമത്തെ കലാപം ചോദിച്ചാൽ അത് 1800 മുതൽ 805 വരെയാണ്. 800 മുതൽ 805. 1805 പഴശ്ശിരാജ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ കലാപം അവസാനിച്ചത്. അതുകൊണ്ട് രണ്ട് ഘട്ടമായിട്ടായിരുന്നു കലാപം നടന്നത്. ആദ്യത്തെ ഘട്ടം എന്നാണ് 1793 മുതൽ 1797 വരെ. രണ്ടാമത്തെ കലാപം 1800 മുതൽ 805 വരെയായിരുന്നു നടന്നത്. ഇനി അതിനുശേഷമായിരുന്നു വേൽത്തമ്പിയുടെ കലാപം. അത് വേൽത്തമ്പിയുടെ കലാപം എന്ന് പറയുമ്പോൾ കുണ്ട്രവിളംബരാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുണ്ട്രവിളംബരാണ് ഉദ്ദേശിച്ചത്. അത് 1809 1809 ജനുവരി 11-നാണ് വേൽത്തമ്പിയുടെ കലാപം അല്ലെങ്കിൽ കുണ്ട്രവിളംബരം നടന്നത്. 1809 ജനുവരി 11 എന്നാണ് 1809 ജനുവരി 1. ഈ നാലെണ്ണത്തിൽ ഏറ്റവും അവസാനം നടന്നത് ഏതാണ്? കുറിച്യ കലാപമാണ്. അത് 1812-ലാണ് നടന്നത്. എന്നാണ് 1812-ൽ നടന്നതാണ് കുറിച്യ കലാപം. അപ്പൊ ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15-ന്. പഴശ്ശിയിലെ ആദ്യത്തെ കലാപം നടന്നത് 1793 മുതൽ 97 വരെ. രണ്ടാം കലാപം 800 മുതൽ 805 വരെ. ഇനി വേൽത്തമ്പിയുടെ കലാപം കുണ്ട്രവിളംബരം നടന്നത് 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-ന്. ഈ കുറിച്യ കലാപം നടന്നത് 1812-ലാണ് നടന്നത്. കുറിച്യ കലാപം നടന്നത് 1812-ല്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരല്ല? ആരൊക്കെയാണ് ഇതിനകത്ത് ബന്ധമില്ലാത്ത നേതാക്കന്മാര്? അങ്ങനെ ബന്ധമില്ലാത്ത നേതാക്കന്മാരെ ചോദിച്ചാൽ അതിനകത്ത് സിദ്ധു കാനു ആണ് ഇതിനകത്ത് ബന്ധമില്ല. 857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധുവും കാനുമാണ്. കാരണം റാണി ലക്ഷ്മിബായും ബീഗം ഹസ്രത് മഹലും ബന്ധമുണ്ട്. താന്തിയ തോപ്പി നാനാസാഹിബും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. കുൻവർ സിംഗും ഷാമൽ ഇവരെല്ലാം എന്താണ് 1850 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ്. ഇതായിട്ട് ബന്ധമില്ലാത്ത സിദ്ധുവും കാനുമാണ്. ഇനി ഈ 1857 ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വരുന്നത്. 1850 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? അത് എ ആണ്. അതായത് ഒന്നാമത്തെ രണ്ടാമത്തെയാണ് തെറ്റായ പ്രസ്താവന. ഏതാണ്? ഒന്നാമത്തെ രണ്ടാമത്തെയാണ് തെറ്റായ പ്രസ്താവന നടന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ. ഡൽഹിയിലെ സമരത്തിന് നേതാവ് റാണി ലക്ഷ്മിബായി അല്ല. ഇത് റാണി ലക്ഷ്മിബായി അല്ല കേട്ടോ. രണ്ടാമത്തെ ബീഹാറിൽ ആറിൽ നേതൃത്വം വഹിച്ച നവാബ് വജീബ് ആരിഷയല്ല. ബീഹാറിൽ നവാബ് വജീബ് ആരിഷയല്ല. പക്ഷെ കാൺപൂരിൽ സമരം നയിച്ച നാനാ സാഹിബ് ആരാണ്? കാൺപൂരിൽ സമരം നയിച്ച ഇതിനകത്ത് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ ആണ്. അതായത് 1ഉം 2ഉം ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 1857 സ്വാതന്ത്ര്യ സമരം മൊത്തം നമ്മളിപ്പോൾ നോക്കുന്നില്ല. മറിച്ച് ഇതിനകത്ത് ഓരോ ആൾക്കാരും അവരെ എവിടെയൊക്കെയാണ് നേതൃത്വം വഹിച്ചത്. ഈ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് അതാണല്ലോ ചോദിക്കുന്നത് മെയിനായിട്ട്. ആൾക്കാരും അവരെ എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിക്കുക. അപ്പൊ അതൊരു ടേബിളാണ് നമുക്ക് പഠിച്ചു വെക്കണം. ഇതെല്ലാം ഇത്രയും പേരെങ്കിലും മിനിമം കുറച്ച് പഠിച്ചു വെക്കണം. ഇതിലും കൂടുതൽ ആൾക്കാരുടെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്രയെങ്കിലും മിനിമം പഠിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ അവരുടെ സ്ഥലമാണ് കേട്ടോ. സ്ഥലവും അവിടെ നേതൃത്വം കൊടുത്ത ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ് കണ്ടോ. കാൺപൂരിലെ നാനാ സാഹിബാണ്.
ഇനി ഡൽഹിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? രണ്ടുപേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ആരൊക്കെയാണ്? ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ഡൽഹി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്ഷനിൽ ഈ രണ്ടിൽ ഏത് പേര് കണ്ടാലും ഡൽഹിന്റെ ശരിയാണ് കേട്ടോ. ഇനി ഝാൻസിയിൽ ആരാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ സമരം നടത്തിയത്. ഝാൻസിയിൽ സമരത്തിന് നേതൃത്വം കൊടുത്താരാണ്? റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ ഝാൻസി റാണി. ഇനി മധുരയിലാണെങ്കിൽ ദേവി സിംഗ് കേട്ടോ. മധുരയിലാണ് ദേവി സിംഗ്. മധുര എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മധുര, തമിഴ്നാട്ടിലെ മധുരയല്ല, മറിച്ച് അവിടെ യുപിയിലുള്ള മധുര. അവിടെ ആരാണ്? ദേവി സിംഗ്. ഇനി കോട്ടയിൽ ആരാണ്? ജയ് ദയാൽ ആണ് കേട്ടോ. കോട്ടയിൽ ജയ് ദയാൽ. ഇവിടെയാണ് നമ്മൾ ഇവിടെ ബീഹാർ ആണ് ചോദിച്ചത്. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ ബീഗം ഹസ്രത് മഹലാണ്. ഇവിടെ നമ്മൾ നവാബ് വാജിദ് അലി ഷയാണ് തന്നത്, ആ തെറ്റാണ്. ബീഗം ഹസ്രത് മഹലാണ്. ഇനി അലഹാബാദ് ആണെങ്കിലോ ലിയാഖത്ത് അലി. അതാരാണ്? ലിയാഖത്ത് അലിയാണ് അലഹാബാദിൽ സമരത്തിന് നേതൃത്വം. അതാണ് ലിയാഖത്ത് അലി. ഇനി മീററ്റിൽ കദം സിംഗ്. മീററ്റിൽ ആരാണ്? കദം സിംഗ് ആണ് മീററ്റിൽ നേതൃത്വം നൽകിയത്. ഇനി ഹരിയാനയിൽ ആരാണ്? റാവുത്തുല റാം. ആരാണ്? റാവുത്തുല റാം ആണ് ഹരിയാനയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. ഇനി ആസാമിലാണെങ്കിൽ മണിറാം ദത്ത. ആരാണ്? മണിറാം ദത്തയാണ് ആസാമില് കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മണിറാം ദത്ത. ഒന്നുകൂടി ഇത് വായിക്കാം. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. ഡൽഹിയിലാണെങ്കിൽ ഭക്ത് ഖാൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി. മധുരയിലാണെങ്കിൽ ദേവി സിംഗ്. കോട്ടയിലാണെങ്കിൽ ജയ് ദയാല്. അലഹാബാദ് ആണെങ്കിൽ ലിയാഖത്ത് അലി. മീററ്റിലാണെങ്കിൽ കദം സിംഗ്. ഹരിയാനയിലാണ് റാവുത്തുല റാം. ആസാമിലാണെങ്കിൽ മണിറാം ദത്ത. ബീഹാറിലാണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ. അപ്പൊ ഇത്രയും ഈ ഒരു ടേബിൾ ഇത്രയും പഠിച്ചു വെക്കണം ഇതിനെപ്പറ്റി. എന്തായാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, മിക്കയിടത്തും ചോദിച്ചിട്ടുള്ളത്. ഇത് PYQ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഏറ്റവും കൂടുതൽ തവണ ഈ ഹിസ്റ്ററി ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം, ഇന്ത്യ ഹിസ്റ്ററി ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 1857 വിപ്ലവവും അതിനകത്ത് ഓരോ സ്ഥലവും അതിനകത്ത് ഓരോ സ്ഥലത്ത് നേതൃത്വം കൊടുത്ത വ്യക്തികളെ പറ്റിയും മിക്കയിടത്തും ചോദിച്ചാണ്. അപ്പൊ ഈ ഒരു ടേബിളെങ്കിലും പഠിച്ചു വെക്കണം, കുറഞ്ഞതെന്നേ പറയൂ. കാരണം ഇത് ഈ ടേബിൾ ഒന്നും ആയിട്ടില്ല, ഇനിയും കുറെ പേരുണ്ട്. അതിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ളവർ. ഇതെങ്കിലും പഠിച്ചു വെക്കണം, മിനിമം കുറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 1996 AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1996 വന്നത്. ആ സമയത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി? AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. ഇനി ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? അത് സുഗതകുമാരിയാണ് കേട്ടോ. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇനി ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഇത് ചോദ്യം ചോദിക്കുന്ന സമയത്താണ്. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിലവിലും മാറിയിട്ടില്ല, ആ സതീദേവി തന്നെയാണ്. ആരാണ്? ശ്രീമതി P സതീദേവിയാണ് ഇപ്പോഴത്തെ അധ്യക്ഷ. ഇനി നാലാമത്തത്, അതും അപ്പൊ ശരിയാണ്. ഇനിയിപ്പോ എന്താ? ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ച സ്ത്രീ. അതാണ് 2 തവണ വഹിച്ച ആരാണ്? അത് ശ്രീദേവി തന്നെയാണ്. 2 തവണ വഹിച്ച ശ്രീദേവിയാണ്. രണ്ടാമത്തെ ആള് ശ്രീദേവിയാണ് കേട്ടോ. എന്താണ്? 2 തവണ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? അത് D ശ്രീദേവി തന്നെയാണ്. രണ്ടാമത്തെ അധ്യക്ഷയും D ശ്രീദേവിയാണ്. അപ്പൊ ഈ ഓപ്ഷനകത്ത് B ആണ് ശരി. എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ B ആണ്, അതായത് എല്ലാം ശരിയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? 4 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നാണ് വരുന്നത്. അപ്പൊ ഈ കേരള വനിതാ കമ്മീഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നമ്മൾ നോക്കുന്നതാണ്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 1996 മാർച്ച് 14. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടെന്തായിരുന്നു? 1996 ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി? AK ആന്റണി ആയിരുന്നു. അത് എന്നാൽ ഡേറ്റ് എന്നാണ്? മാർച്ച് 14 കേട്ടോ. 1994 മാർച്ച് 14 അന്നത്തെ മുഖ്യമന്ത്രി ആരാണ്? AK ആന്റണി ആയിരുന്നു. അത് ഓർത്ത് വെക്കുക കേട്ടോ. ആ മുഖ്യമന്ത്രി ആയിരുന്നു ഓർത്ത് വെക്കുക, ഡേറ്റ് ഓർത്ത് വെക്കുക. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി. ഇതിനകത്ത് ചെറിയ പ്രിന്റ് മിസ്റ്റേക്ക് വന്നതാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? അത് 5 വർഷം കേട്ടോ. എത്ര വർഷമാണ്? 5 വർഷമാണ്. ഇനി സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 5 പേരുണ്ട്. അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് കേട്ടോ. അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. അധ്യക്ഷ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ഇനി പ്രഥമ അധ്യക്ഷ ആരാണ്? പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ്. ആരാണ്? സുഗതകുമാരിയാണ് പ്രഥമ അധ്യക്ഷ. അത് മുമ്പ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കണ്ടാണ്. നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? അത് അഡ്വക്കേറ്റ് P സതീദേവിയാണ് കേട്ടോ. ആരാണ്? അഡ്വക്കേറ്റ് P സതീദേവിയാണ് നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം എന്താണ്? അത് സ്ത്രീ ശക്തിയാണ് കേട്ടോ. എന്താണ് പ്രസിദ്ധീകരണം? ഏതാണ്? സ്ത്രീ ശക്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് ഓർത്തിരിക്കുക. ഇതൊന്നുമല്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നത്, അതായത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആക്ടുകളും ഈ കമ്മീഷനുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വനിതാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ റിലേറ്റഡ് ഫാക്ട് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയും അംഗങ്ങളും കാലാവധി 5 വർഷമാണ്. സംസ്ഥാന കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാണ് ഉള്ളത്. പ്രഥമ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. നിലവിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവിയാണ്. ആരാണ്?
അഡ്വക്കേറ്റ് പി സതീദേവിയാണ് നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇനി കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം എന്താണ്? സ്ത്രീ ശക്തി എന്നാണ് കേട്ടോ. എന്താണ്? സ്ത്രീ ശക്തിയാണ് പ്രസിദ്ധീകരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏവ? അതായത് നമുക്ക് അറിയാലോ, ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പല പല ഭരണഘടനയിൽ നിന്ന് പല പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നൊക്കെ കടമെടുത്തിട്ടാണ് ഇവിടുത്തെ ഭരണഘടന, സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അവരൊരു ചട്ടക്കൂടായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പല രാജ്യങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും ഇവർ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ടാണ് ഏറ്റവും നല്ലൊരു ഭരണഘടന ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്ന് ഇവർ കുറച്ച് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴെ തന്നിട്ടുള്ളത് അതിൽ നിന്ന് ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? നീതിന്യായ പുനർപരിശോധന, അത് ബ്രിട്ടീഷിൽ നിന്ന് എടുത്തതല്ല കേട്ടോ, ബ്രിട്ടനിൽ നിന്ന് എടുത്തതല്ല. പിന്നെ അവശിഷ്ട അധികാരങ്ങൾ, ഇതും ബ്രിട്ടനിൽ നിന്ന് എടുത്തതല്ല. പക്ഷെ നിയമവാഴ്ച എന്ന ആശയം അത് ബ്രിട്ടനിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഈ നിയമവാഴ്ച എന്ന ആശയം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഈ പാർലമെന്റ് സമ്പ്രദായം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആ ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്നത് പെടാത്തവ ഏതാണെന്നാണ് കേട്ടോ. പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? അത് 1ഉം 2ഉം, അതായത് സി 1ഉം 2ഉമാണ് പെടാത്തത്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മൾ അതായത് രാജ്യങ്ങളും ഓരോ രാജ്യത്തു നിന്ന് എടുത്ത ഏതൊക്കെ ഇത് കടം എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഓവർവ്യൂ നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ എന്തൊക്കെയാ? ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട് ഏകപൗരത്വം കടം കൊണ്ടിട്ടുണ്ട്. പിന്നെ ജനാധിപത്യ സംവിധാനം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. റിട്ട് എവിടെ നിന്നാണ്? റിട്ടും ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. റിട്ട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി സ്പീക്കറുടെ ഇത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അതും ബ്രിട്ടനിൽ. എവിടെ നിന്നാണ്? ദ്വിമണ്ഡല സഭ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പാർലമെന്റ് സമ്പ്രദായം അതും ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. പാർലമെന്റ് സമ്പ്രദായം ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ദ്വിമണ്ഡല സഭ ബ്രിട്ടനിൽ നിന്നാണ്. സ്പീക്കർ ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടനിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ് ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച, ജനാധിപത്യ സംവിധാനം, ഏകപൗരത്വം, ഇതെല്ലാം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ഇത് നമ്മൾ നോക്കാൻ വന്ന അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അമേരിക്കയിൽ നിന്ന് കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ആമുഖം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ലിഖിത ഭരണഘടന എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ലിഖിത ഭരണഘടന എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രാജ്യസഭ, ഇതൊക്കെ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇംപ്ലിച്ച്മെന്റ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ, തുല്യത, ഇതൊക്കെ എവിടെ നിന്നാണ്? അമേരിക്ക. അത് ഈ അമേരിക്ക ബ്രിട്ടനിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നീട് കടം കൂടുതൽ എടുത്തിരിക്കുന്നത് 1935 ഇന്ത്യ ആക്ട് ഇല്ലേ, ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1935 ബ്രിട്ടീഷ് കമ്പനിയോട് വന്ന ആക്ടിനകത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട്. അതിൽ നിന്നും കുറെ അംഗങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വരുന്ന അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും എടുത്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും അധികം എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിന് അടുത്ത എടുക്കുന്നത് നോക്കുന്നതാണ് ഫ്രാൻസിൽ എന്തൊക്കെ എടുത്തിരിക്കുന്നത്? ഒന്ന് റിപ്പബ്ലിക് എടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 4 മെയിൻ ആയിട്ട്. ഈ 4 മെയിൻ ആയിട്ട് ഫ്രാൻസിന് എടുത്തത്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, പിന്നെ അതിൻ്റെ കൂടെ റിപ്പബ്ലിക് എന്നാകും. ഈ 4 എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്താണ് കാനഡ എന്തൊക്കെ എടുത്തിരുന്നത്? ഫെഡറൽ സംവിധാനം. നമ്മൾ സത്യം പറഞ്ഞാൽ ഫെഡറൽ സംവിധാനം എടുത്തിരിക്കുന്നത് കാനഡയുടെ, അമേരിക്ക എന്നല്ല കേട്ടോ. നമ്മൾ ഫോളോ ചെയ്യുന്ന ഫെഡറൽ സംവിധാനം എവിടെ നിന്നാണ്? കാനഡയിലാണ് ഫെഡറൽ സംവിധാനമാണ്. പിന്നെ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ ആശയം, ഗവർണറിന്റെ നിയമനം, പിന്നെ അവശിഷ്ട അധികാരങ്ങൾ എവിടെ നിന്നാണ്? കാനഡ കേട്ടോ. എവിടെ നിന്നാണ് അവശിഷ്ട അധികാരങ്ങൾ? എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നല്ല, അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. അത് മാറിപ്പോരുത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ നിന്നും. ലിസ്റ്റ് 3 ഒരിടത്ത് നല്ല എടുത്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ എടുത്ത മറ്റൊന്നാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. പാർലമെന്റ് നമ്മൾ എവിടെ നിന്നായിരുന്നു എടുത്തത്? അത് ബ്രിട്ടനിൽ നിന്ന് എടുത്തത്. പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്നായിരുന്നു പാർലമെന്റുമായി ബന്ധപ്പെട്ട് എടുത്തത്? ഈ പാർലമെന്റിന്റെ സംയുക്തമായിട്ടുള്ള സമ്മേളനം ഇല്ലേ, സംയുക്ത സമ്മേളനം, അതെടുത്തിരുന്ന ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്ത്യൻ്റെ ഭരണഘടന എന്ന് പറയുമ്പോൾ വളരെ ഒരു വലിയ ഭരണഘടനയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു ഭരണഘടന, സ്ട്രോങ് ആയിട്ടുള്ള ഭരണഘടന എന്ന് പറയാൻ കാരണം എന്താണ്?
മറ്റൊന്നുമല്ല, നമ്മുടെ ഇതെന്ന് പറയണമെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഇതിലും എടുത്തതല്ല, പല രാജ്യങ്ങളിൽ ആ രാജ്യത്തിലെ ഭരണഘടനയിൽ ഏറ്റവും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആശയങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവരിവിടെ കൊണ്ടുവന്ന് അത് ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരിക്കുന്നത്. പാർലമെന്റിൽ നിന്ന് ആശയം അത് ബ്രിട്ടനിൽ നിന്നുള്ളൂ, പക്ഷെ പാർലമെന്റ് സംയുക്ത സമ്മേളനം കൂടാന്നുള്ള ആശയം എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതാണ് പറഞ്ഞത്. അപ്പം പല ഇത് എടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്ന് എടുത്തു, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ആണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പം മൂന്നും കൂടി ചേർന്നിട്ടാണ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇന്ത്യയിലുള്ളത്. അപ്പൊ മൂന്നും വരുമ്പോൾ അതിന്റെ വ്യത്യാസം അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഭരണഘടന അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇതായിട്ടുള്ള ഭരണഘടന, സ്ട്രോങ് ആയിട്ടുള്ള ഭരണഘടനയാന്ന് പറയുന്നത്. ഇനി റഷ്യ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? പഞ്ചവത്സര പദ്ധതി. എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞ ഭാഗം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യ എന്നുള്ള പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞ ആശയം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യ നിന്നാണ്. അതിന്റെ കൂടെ മൗലിക കടമകൾ എവിടെ നിന്നാണ്? അത് റഷ്യ നിന്നാണ് എടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ എടുത്തിരിക്കുന്നത് റഷ്യ നിന്ന്. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നായിരുന്നു? അമേരിക്കയിൽ നിന്നായിരുന്നു. എന്നാൽ മൗലിക കടമകൾ എവിടുന്ന? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ദക്ഷിണാഫ്രിക്ക എന്തൊക്കെ എടുത്തിരിക്കുന്നത്? ഭരണഘടന ഭേദഗതി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക നിന്ന് കേട്ടോ. ഭരണഘടന ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സംവിധാനം, രാജ്യസഭയിലേക്കുള്ള കേട്ടോ, ലോകസഭയല്ല, രാജ്യസഭ, അത് പരോക്ഷ തെരഞ്ഞെടുപ്പില്ലേ, അത് എടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഏതാണ്? ജർമ്മനിയിൽ നിന്ന് എന്താ എടുത്തിരിക്കുന്നത്? ജർമ്മനിയിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്നത്. അതായത് ഈ അടിയന്തരാവസ്ഥ എടുത്തിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന വാക്ക് എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ അടിയന്തരാവസ്ഥയെ ബന്ധപ്പെട്ട് എന്താണ് എടുത്തിരിക്കുന്നത്? ജർമ്മനി എടുത്തിരിക്കുന്നത് എന്താണ്? അത് ചില സമയത്ത് പി എസ് സിനെ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. അടിയന്തരാവസ്ഥ എന്നുള്ള ഇതാണ് എടുത്തിരിക്കുന്നത് ജർമ്മനിയാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നൊരു ഇതുണ്ട് സംഭവം ഉണ്ടല്ലോ, അത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജർമ്മനി കേട്ടോ. അത് നിയമം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ ഭരണഘടനയായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആക്ട് ആണ് ഇത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആ ഇതിൽ നിയമസംഹിതയിൽ നിന്നും കുറെ കാര്യങ്ങൾ നമ്മുടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫെഡറൽ സംവിധാനം എടുത്ത് എവിടെ നിന്നായിരുന്നു? ഫെഡറൽ സംവിധാനം എടുത്ത് കാനഡയിൽ നിന്ന്. ഫെഡറൽ കോടതി എടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSC എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്. ഗവർണറുടെ ഓഫീസ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്. ഇനി അടിയന്തരാവസ്ഥ എന്ന വാക്ക് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഇനിയും ഉണ്ട് കുറെ കാര്യങ്ങൾ, കുറെ രാജ്യങ്ങളിൽ നിന്ന് എടുത്തതുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഇത്രയും രാജ്യങ്ങളുടെ അവിടുന്ന് എടുത്ത കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കൂടുതലും. അതായത് PSC കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വിശദമായിട്ട് നമ്മൾ എവിടെ പഠിക്കും? നമ്മുടെ ഭരണഘടനയിൽ ഇതിന്റെ ഭാഗം വിശദമായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഇതൊരു PYQ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് വെച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് പറയുന്നത്. വളരെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യനുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് അതിന്റെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമുക്ക് വരും ക്ലാസ്സുകളിൽ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യനുകളും നല്ല ക്വസ്റ്റ്യനുകളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ചർച്ച ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ താങ്ക് യു.